ദർ ഇസ് നോ ടേം ആസ് ഗുഡ് പേരൻറ്റിങ്. ഒരു ടോക്സിക് പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? ഞങ്ങളൊന്നും ഇപ്പോൾ ആൾക്ക് വേണ്ട, ആൾക്ക് റൂമിൽ പോയി 24 മണിക്കൂറും ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചാൽ മതി, ഭയങ്കര മൂടിയാ. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ ഇതിൽ 10 വയസ്സാണ് ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ക്രീനിൽ കാണുന്ന ഒരു സീനിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ എന്തുത്തരം നമ്മൾ പറയണം നമുക്ക് അറിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോള് ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്, അമ്മ വേർക്കുന്നുണ്ട്, അമ്മ വെള്ളം ഇറക്കുന്നുണ്ടെന്നൊന്നും അതൊന്നും ആ കൊച്ചിൻ്റെ മനസ്സിൽ കൂടെ പോകുന്നില്ല. ഹെഡ്, ഷോൾഡേഴ്സ്, നീസ്, ടോസ്, ഐസ്, മൗത്ത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണതിന് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ പ്രൈവറ്റ് പാർട്സിൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം നമ്മൾ അയ്യേ, ശീശി, ഷൂഷു, പി പി, റോക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് പേഷ്യൻസ് ഇൻ പാരന്റിങ്? അത്രയും നന്നായിരിക്കും, അത്രയും കംഫർട്ടബിൾ ആയിരിക്കും ആ ഒരു പേരൻറ്റും ചൈൽഡും തമ്മിലുള്ളൊരു ബന്ധം. അമ്മ ഡ്രസ്സ് മാറുന്ന കണ്ടപ്പോൾ തന്നെ ഹീ വാക്ക്ഡ് ഔട്ട് ആൻഡ് ഹീ ക്ലോസ് ദ മദേഴ്സ് ഡോർ. ദാറ്റ് ഈസ് ദ ഫെയിലിയർ ഓഫ് പേരൻറ്റിങ്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ദർ ഇസ് എ ഫാക്ട് ബിഹൈൻഡ് ഇറ്റ്. എങ്ങനെയാണ് നമ്മൾ ഇവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് മാത്രം കാണിക്കുന്നത്? എല്ലാവരും വിചാരിക്കുന്നത് ഓക്കെ യൂട്യൂബ് ഭയങ്കര ടോക്സിക് ആണ്, അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് യൂട്യൂബ് കിഡ്സ് കൊടുക്കാം എന്നുള്ളത്. ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ഹെൻടൈ പോൺ. കുറച്ച് കഴിയുമ്പോഴേക്കും സ്പൈഡർമാനും എൽസയും തമ്മിലുള്ളൊരു മേക്കൗട്ട് സീൻ. എക്സാക്ട്ലി. അപ്പോൾ അതുപോലും സേഫ് അല്ല എന്നുള്ളതാണ്. കുട്ടികളെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ ശീലിപ്പിക്കണം എന്നാണ് ഇപ്പം എല്ലാ തിയറീസും പറയണേ. അത് ഏതൊരു ഏജിൽ സ്റ്റാർട്ട് ചെയ്യണം? അപ്പം തന്നെ ഐ എം ഷുവർ എല്ലാം പേരൻസിൻ്റെ നെറ്റി ചുളിഞ്ഞിട്ടുണ്ടാവും. ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് യു ഇൻ യു മൈൻഡ്ഫുൾ. നമ്മളെല്ലാവരും കൺഫ്യൂസ്ഡ് ആവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ചലഞ്ച് തോന്നുന്ന ഒരു ഏരിയയാണ് പാരൻറ്റിങ്. ബിക്കോസ് ഓരോ ഏജിലും കുട്ടികളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതി ഡിഫറെൻ്റ് ആണ്, അവരുടെ ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരൻറ്റിങ് കോച്ച് ആയിട്ടുള്ള പ്രിയങ്ക ജിബിനാണ്. നമുക്ക് ഒരു അതോറിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ കുറച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് പറ. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈസ് ദർ ലൈക്ക് എ ഗുഡ് പാരൻറ്റ്, ബാഡ് പാരൻറ്റ്, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ? ലൈക്ക് ഹാവ് യു ഫീൽ ലൈക്ക് ഇന്ന സാധനം ഉണ്ടെങ്കിൽ ദെൻ ദറ്റ്സ് എ ഗുഡ് പാരൻറ്റിങ്, അങ്ങനെ പറയുവാണെങ്കിൽ? ഒരിക്കലും ഇല്ല. ഒരു റൂൾസ് അല്ലെങ്കിൽ ഒരു സെറ്റ് റൂൾസ് എന്നും പറഞ്ഞിട്ട് പേരൻറ്റിങ്ങിന് ഇല്ല. എനിക്ക് അറിയാവുന്നിടത്തോളം ഞാൻ തന്നെ ഒരു പേരൻറ്റാണ്, ഞാൻ തന്നെ പഠിച്ചുകൊണ്ടായിരിക്കുന്നത് ഇതിനെ പറ്റിയിട്ട്. സോ ഓരോരുത്തർക്കും എല്ലാവരും വ്യത്യാസമുള്ളവരാണ്, അവരുടെ കുഞ്ഞുങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ട്. സോ ഓരോ പേരൻസിനും അറിയാം അവരുടെ കുഞ്ഞിനെ ഏത് രീതിയിൽ എന്ത് ചെയ്യുമ്പോഴാണ് അവരെ ഇറ്റ്സ് ഗോയിൻ ടു എഫക്റ്റ് ദെം എന്നുള്ളത്. സോ അത് നമുക്കേ അറിയത്തുള്ളൂ. സോ അതിനൊരു സെറ്റ് റൂൾസ് ആയിട്ട് എങ്ങും കൊടുത്തിട്ടില്ല. സോ ഇറ്റ്സ് ഓൾ അതൊരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് നമുക്ക് തന്നെ വി വിൽ ബി ഹാവിങ് എ ലോട്ട് ഓഫ് വൂൺസ് ദാറ്റ് വി ഹാവ് നോട്ട് ഹീൽഡ്. ഇപ്പം നമ്മളൊരു അബ്യൂസ്ഡ് ആയിട്ടുള്ളൊരു പേരൻ്റ് ആണെങ്കിൽ നമ്മുടെ പിള്ളേരെ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? വിൽ ബി മോർ കോഷ്യസ് അബൌട്ട് ദം, അല്ലേ? നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കും, ഇച്ചിരി ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും നമ്മളുടെ പിള്ളേരെ പറ്റിയിട്ട്. സോ സെയിം വേ ദർ ആർ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് നമ്മുടെ ഇന്നർ വൂൺസ് ക്യാൻ അഫക്റ്റ് ആ പാരൻറ്റിങ് വേസ് ഓൾസോ. മനസ്സിലായോ? സോ ദർ ഇസ് നോ ടേം ആസ് ഗുഡ് പേരൻറ്റിങ്. അങ്ങനത്തെ ഒരു ടേമേ ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ഹെൽത്തി പേരൻറ്റിങ്. അത് നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ പിള്ളേരെ ഒരു റെസ്പോൺസിബിൾ അഡൾട്ടായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ, ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. ഒരു മാതാപിതാക്കൾ എന്നുള്ളൊരു രീതിയിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ദറ്റ് യു ക്യാൻ ഡു. പണ്ട് ഒന്നുകിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ മോശമായതുകൊണ്ടാണ് നമ്മുടെ പാരൻസ് നമ്മളെ, അതായത് നമ്മൾ നന്നാക്കാൻ ശ്രമിച്ച് അവർ പരാജയപ്പെട്ടതാണെന്നാണ് നമ്മൾ മോശമാകുമ്പോൾ പൊതുവേ നമ്മൾ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയാം എൻ്റെ പാരൻസ് ഭയങ്കര നല്ലതായിരുന്നു. അല്ലാതെ നമ്മൾ അവരുടെ അടുത്തൊരു കോൺവെർസേഷൻ, നിങ്ങൾ ഈ കാര്യം ചെയ്ത് എന്നെ ഇങ്ങനെ എഫക്റ്റ് ചെയ്തു, അതൊക്കെ ഇപ്പോഴാണ് അങ്ങനെയുള്ളൊരു കോൺവെർസേഷൻ. അല്ലെങ്കിൽ എൻ്റെ പാരൻസ് ടോക്സിക് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടായി. അപ്പം ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ടോക്സിക് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പ്രിയങ്ക പറയുക? മെയിൻലി നമ്മളുടെ പിള്ളേർക്ക് നമ്മളുടെ അടുത്ത് കാര്യങ്ങൾ വന്ന് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സെക്യൂർ ഫീലിംഗ് ഇല്ലെങ്കിൽ, ഐ ഡോണ്ട് വാണ്ട് ടു കോൾ ഇറ്റ് എ ടോക്സിക് പാരൻറ്റിംഗ്, ഓക്കെ, ബട്ട് that can be an insecure feeling for the child.
നെഗറ്റീവ് രീതിയിൽ കൊച്ചിനെ എഫക്റ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ആയിട്ട് നമ്മളുടെ പിള്ളേർക്ക് കോൺവെർസേഷൻസ് ചെയ്യാനായിട്ടുള്ളൊരു ഫ്രീഡം നമ്മളവിടെ കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പിള്ളേർക്ക് തന്നെ ആ ഒരു സ്പേസിൽ സെക്യൂർ ഫീലിംഗ് ഇല്ലെങ്കിൽ, ദാറ്റ് ക്യാൻ ബി ലൈക്ക് ഒരു വെരി ദാറ്റ് ക്യാൻ അഫക്ട് ദ സെക്യൂരിറ്റി ഓഫ് ദ ചൈൽഡ്. എൻ്റെയൊക്കെ ജനറേഷനിലുള്ള ആൾക്കാരിൽ എയ്തർ ഓഫ് ദ പാരൻറ്റ് ഒട്ടും എക്സ്പ്രസീവ് അല്ലാത്തൊരു പാരൻ്റ് ആയിരിക്കും. നമുക്ക് അവരെ കെട്ടിപ്പിടിക്കണം എന്നുണ്ടാവും, നമുക്ക് അവരെ ഉമ്മ വയ്ക്കണം എന്നുണ്ടാവും, പക്ഷേ അവരതിനൊന്നും സമ്മതിക്കാതെ പോകുന്ന ആൾക്കാരായിരിക്കും. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടിന്യൂസ്ലി നമ്മൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ടത്? എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണ്. ബിക്കോസ് പിള്ളേർ കൂടുതൽ പഠിക്കുന്നത് ഇസ് ബൈ ഒബ്സർവിങ്. അവർ ഏറ്റവും കൂടുതൽ പേരൻസിൻ്റെ അടുത്തു നിന്നാണ് ദേ ആർ ലേണിംഗ് അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. മനസ്സിലായോ? ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനും അതേസമയം റോൾസ് അറ്റൈൻ ചെയ്യാനും, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പിള്ളേർക്ക് അവർ ഏറ്റവും കൂടുതൽ ഹൂ ദേ ലുക്ക് അപ്പ് ടു ഇസ് ദേ പേരൻസ്. ദേ ലൈക്ക് സൂപ്പർ ഹ്യൂമൻസ് ഫോർ ദം. മനസ്സിലായോ? അവർ ഭയങ്കര ഒരു സംഭവമാണെന്നാണ് പിള്ളേർക്ക്. അറ്റ്ലീസ്റ്റ് ഒരു 8 വയസ്സുള്ള കുട്ടികൾക്ക് ദേ പേരൻസ് ആർ ലൈക്ക് ഗോഡ് ഫോർ ദം. ഇപ്പോൾ പറയാം, ബിക്കോസ് 9 ഒക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ ദാറ്റ് ഹോൾ തിങ് ചേഞ്ചസ്. ഇറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ചസ് ഫോർ ദം. അവർക്ക് ആ പേരൻസിൻ്റെ ആ ഒരു പ്രയോറിറ്റി ടേക്സ് എ ബാക്ക് സ്റ്റെപ്പ്. പിന്നെ ഫ്രണ്ട്സ് ആയിരിക്കും കയറി വരാൻ. ആൻഡ് ദാറ്റ്സ് എ വെരി നോർമൽ ഡെവലപ്മെൻറ്റ്. മനസ്സിലായോ? അത് ഭയങ്കര ഒരു നോർമലായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റാണ് പിള്ളേരിൽ. ബിക്കോസ് ഐ ഹിയർ പേരൻസ് കമ്മിങ് ആൻഡ് ടെല്ലിങ്, അയ്യോ ആ കൊച്ചിൻ്റെ 8th ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മാറ്റങ്ങളാണ്, ഞങ്ങളൊന്നും ഇപ്പോൾ ആൾക്ക് വേണ്ട, ആൾക്ക് റൂമിൽ പോയി 24 മണിക്കൂറും ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചാൽ മതി, ഭയങ്കര മൂഡിയാ എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. ബട്ട് That's normal. I keep telling parents it's very normal. That is because nowadays we usually used to say 13 years ആണ് ടീനേജിൻ്റെ ബിഗിനിങ് എന്നുള്ളത്. ബട്ട് ഇപ്പോഴത്തെ ഇതിൽ 10 വയസ്സാണ് ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ചസ് കണ്ടുവരുന്നത് ഭയങ്കര നോർമലാണ് പിള്ളേരിൽ. സോ coming back to your question about how important is it expressing, it is very important because that's how children also learn and they feel secure also that ways. When they see their parents are that connected, children develop a sense of security there. മനസ്സിലായി? അവിടെ അവർക്ക് ഒരു സെക്യൂർ ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് അവിടെ. അതേസമയം തന്നെ ദേ ഓൾസോ ഫീൽ ദിസ് ഇസ് ഹൗ, സോ ഇറ്റ് ഈസ് ഓക്കെ ടു എക്സ്പ്രെസ് ലവ്. ഇറ്റ് ഈസ് ഇമോഷൻ ആസ് വെൽ. ഇതൊക്കെ പിള്ളേർ മനസ്സിലാക്കുന്നത് ഇസ് വെൻ പേരൻസ് സ്റ്റാർട്ട് എക്സ്പ്രെസ്സിങ്. പേരൻസ് അത് പിള്ളേരുടെ മുന്നിൽ കാണിച്ച് തുടങ്ങുമ്പോഴാണ് അവർക്കത് മനസ്സിലായി തുടങ്ങുന്നത്. ഇപ്പോൾ കുട്ടികൾ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കും, അവരുടെ ഒരു വേൾഡ് എപ്പോഴും ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ പല ക്വസ്റ്റ്യൻസും അവർ നമ്മളടുത്ത് ചോദിക്കുമ്പോൾ നമുക്കതിന് എന്ത് ഉത്തരം പറയണം എന്ന് ചിലപ്പോൾ അറിയുന്നുണ്ട്. റിലേറ്റഡ് ടു ദ ബോഡി, ദ ജെൻഡർ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന ഒരാളെ പറ്റി അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഒരു സീനിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ എന്തുത്തരം നമ്മൾ പറയണം നമുക്ക് അറിയുന്നുണ്ട്. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ അങ്ങനത്തെ കോൺവെർസേഷൻ അവരെടുത്ത് ഉണ്ടാക്കണോ, അതോ ഷുഡ് ബി വെയിറ്റ് ടിൽ ദേ കം ടു അസ്? നമ്മളെടുത്ത് വന്ന് ചോദിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം? അപ്പം ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ഇസ്, അബ്യൂസ് വെയിറ്റ് ചെയ്യോ? ഇല്ലല്ലോ, ഇല്ല. അതൊരു 6 മാസമുള്ളൊരു കൊച്ചിന് വരെ അബ്യൂസ് നടക്കും, ഇല്ലേ? അപ്പോൾ നമ്മൾ പേരൻസ് എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നുള്ളൊരു രീതിയിൽ, വി നീഡ് ടു ബി പ്രോ ആക്റ്റീവ്. ഓക്കെ, മനസ്സിലായി? നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വേണം പിള്ളേരുടെ അടുത്ത് ഈ വക ടോക്സ് സംസാരിക്കാൻ. മനസ്സിലായി? പക്ഷേ അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സംസാരിക്കണം. അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ മോള്, ഇപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പോൾ 7 വയസ്സായി. പക്ഷെ മോളൊരു 2 വയസ്സായിരുന്നപ്പോൾ ഷീസ് എ ലിറ്റിൽ ടോക്കറ്റീവ്. അപ്പോൾ ഒരു 2 years and 9 months, ഇപ്പോൾ ലിറ്ററലി ഒരു 3 വയസ്സാവുന്നൊരു കൊച്ച് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ മിക്ക പേരൻസും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പിള്ളേർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അമ്മ ഹൗ വാസ് ഐ ബോൺ? ഞാൻ അല്ലെങ്കിൽ മാരേജ് ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഞാൻ എന്നെ കാണുന്നില്ലല്ലോ, ഞാൻ എവിടെയാ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പേരൻസ് ഒന്നെങ്കിൽ ദേ ലൈക്ക്
അത് ദൈവം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വന്ന് പൊക്കിളിൽ കൂടെ കീ തുറന്ന് ഇട്ട് തന്നു എന്നൊക്കെ കുറേ പേരൻസ് അങ്ങനെ ഉത്തരങ്ങൾ പറയും. ദേ മേക്കപ്പ് ദിയർ ഓൺ സെറ്റ് ഓഫ് സ്റ്റോറീസ്. പക്ഷേ ഞാൻ പറയുന്ന ബട്ട് നൗ ഡേയ്സ് പേരൻസ് ആർ എ ലിറ്റിൽ മോർ ഓപ്പൺ. യെസ് അതും പറയണം. ഇപ്പോൾ കുറച്ച് പേരൻസ് ഒക്കെ കുറേ ഓപ്പൺ ആണ്. പക്ഷേ മെജോറിറ്റി ഇപ്പോഴും ദേ ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ആൻസേഴ്സ്. അവർക്ക് എന്ത് പറയണം, Yes, എങ്ങനെ yes, yes. പറയണം എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ മോള് ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ സോ ബിക്കോസ് ബീയിങ് ലൈക്ക് എ സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേറ്റർ ഓർ എ പാരൻറ്റിങ് കോച്ച്, ഞാൻ ഈ വർക്ക്ഷോപ്സ് ഒക്കെ എടുത്തു കൊടുക്കുമ്പോൾ ഐ ടെൽ പിള്ളേരുടെ അടുത്ത് നമ്മളിത് പറയണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഐ ട്രൈഡ് ദിസ് വിത്ത് മൈ ചൈൽഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, സോ അപ്പൻ അമ്മ ഞങ്ങൾ കല്യാണം കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഒരു കൊച്ചിനെ വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ സോ ഞാൻ കൊച്ചിൻ്റെ അടുത്ത് കൂടുതൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, സോ ഡാഡ പീനസ്, ബിക്കോസ് ഷീ ന്യൂ ദ പ്രൈവറ്റ് പാർട്സ്. ഓക്കെ ആൾക്ക് പ്രൈവറ്റ് പാർട്സ് എന്താ, ആരുടെ മെയിൽസിൻ്റെ പീനസ് ആണെന്നും ഫീമെയിൽസിൻ്റെ വൾവ എന്നാണെന്നും പറയുന്നത് കുട്ടിക്ക് അറിയായിരുന്നു. So I said, so Dada actually, after we got married, we wanted a child. Appo, we were loving each other so much. So Dada put his penis into Amma's vulva. And so I said, penis. So she's like, So she's like, so then I said, okay, then after that, the sperm went from the penis and then entered the egg, and then boom, a baby was formed. എന്ന് പറഞ്ഞപ്പോൾ she looked at me and she was like, she's like, "Aw, baby." So ഈ സംഭവം ഞാൻ പറയാനായിട്ട് എനിക്കൊരു 10-15 മിനിറ്റ് എടുത്തു. ബിക്കോസ് ഐ വാസ് സ്ട്രഗ്ലിംഗ് ടു സേ ദിസ്. ബിക്കോസ് ഞാനൊന്നും ഇതിനെപ്പറ്റി എൻ്റെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആരും വന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ആ കൊച്ചിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഈ കൊച്ചിന് ഇതൊന്നും മനസ്സിലാവോ? ഇല്ല, ആ കുട്ടിക്ക് ആകെ കൂടെ അറിയാവുന്ന വാക്കുകൾ മാത്രമേ ആ കുട്ടി മനസ്സിലാവത്തുള്ളൂ. ബട്ട് വാട്ട് ഹാപ്പൻഡ് വാസ് ഐ ബിക്കെയിം കംഫർട്ടബിൾ. ഇപ്പോൾ ആ കുട്ടി, സോ ദെൻ ഇറ്റ് ബിക്കെയിം ലൈക്ക് എ റുട്ടീൻ. എപ്പോഴും രാത്രി വന്ന് കിടക്കുമ്പോൾ അമ്മ ടെൽ മീ മൈ സ്റ്റോറി. അപ്പോൾ ആദ്യം ഞാൻ 15 മിനിറ്റ് എടുത്തിരുന്നത് ഇപ്പോൾ കുറഞ്ഞ് within 5 minutes, what happened. So then we got married and then we wanted a child. Appo it went on like a story mode and you became comfortable talking about it. So ഞാൻ പേരൻസിനോട് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം ഇസ്, ഇത് നമ്മൾ പിള്ളേരുടെ, അപ്പോൾ എല്ലാം പേരൻസ് എൻ്റെ അടുത്ത് വന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 2.5 അല്ലെങ്കിൽ 2 വയസ്സും 9 മാസമുള്ളൊരു കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണോ? എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കണേ? ബിക്കോസ് ആ പ്രായത്തിൽ പിള്ളേർക്ക് നമ്മളുടെ മുഖത്തുള്ള ആ ഒരു ചമ്മൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പേടി അതൊന്നും അവർക്ക് മനസ്സിലാവത്തില്ല. ആൻഡ് ഇറ്റ്സ് ഈസിയർ ഫോർ അസ് ടു എക്സ്പ്രസ്. മനസ്സിലായി? നമ്മൾ ആ സമയം എടുത്ത് ആ കുട്ടിയുടെ അടുത്ത് പറയുന്നതിൽ ദേ ആർ ക്വൈറ്റ് ഓക്കെ വിത്ത് ഇറ്റ്. ബിക്കോസ് വാട്ട് ഡിഡ് ഐ സേ, ആ സമയത്ത് ആ പ്രായത്തിൽ ദേ ലുക്ക് അപ്പ് ടു ദ പേരൻസ് അവരൊരു വലിയ സംഭവമാണെന്നും വിചാരിച്ചിട്ട് അവരിയ്ക്കുന്നത്. സോ അവർ ഈ കഥയൊക്കെ പറയുമ്പോൾ അവർക്ക് വേറൊന്നും അവരുടെ തലയിൽ കൂടെ പോകുന്നില്ല. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്, അമ്മ വേർക്കുന്നുണ്ട്, അമ്മ വെള്ളം ഇറക്കുന്നുണ്ടെന്നൊന്നും അതൊന്നും ആ കൊച്ചിൻ്റെ മനസ്സിൽ കൂടെ പോകുന്നില്ല. പക്ഷേ ഫോർ അസ് ടു ബി കംഫർട്ടബിൾ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഏജ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. സോ ഇപ്പോൾ ഫറ ചോദിച്ച പോലെ അത് എത്ര നേരത്തെയാണ് സംസാരിക്കുക, എത്രയോ നേരത്തെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. നിങ്ങളായിട്ട് തന്നെ അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ ആണ് ഞാൻ പറയുക. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പേരൻസിൻ്റെ അടുത്ത്, നമുക്ക് ഹെഡ്, ഷോൾഡേഴ്സ്, നീസ്, ടോസ്, ഐസ്, മൗത്ത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണതിന് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ പ്രൈവറ്റ് പാർട്സിൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം നമ്മൾ അയ്യേ, ശീശി, ഷൂഷു, പി റോക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. എന്തുകൊണ്ടാണ്? വൈ ഈസ് ദാറ്റ്? എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ സ്വന്തം പിള്ളേരുടെ അടുത്ത് വൈ നോട്ട് ടീച്ചിങ് ദ പീനസ് ഇസ് എ പീനസ് വെൻ യു ക്യാൻ ടീച്ച് എ ലെഗ് ഇസ് എ ലെഗ്? കാലെന്നും പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പീനസ് ആണെന്ന് എന്തുകൊണ്ട് നമുക്കത് പഠിപ്പിച്ചുകൂടാ? ബിക്കോസ് വി ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. ബിക്കോസ് കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ഫോർ ദെം. അവർക്കത് ജസ്റ്റ് ലൈക്ക് ലെഗ്സ്, ഐസ്, നോസ് ആൻഡ് ഓൾ ദാറ്റ്. ഇവർക്ക് അവരുടെ പ്രൈവറ്റ് പാർട്ട് ഇസ് നത്തിങ് സ്പെഷ്യൽ ഫോർ ദെം. പക്ഷെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം
നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിള്ളേരുടെ ആ ഒരു ഭാഗം വരുമ്പോൾ പ്രൈവറ്റ് പാർട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കോമൺ ടേം അല്ലെങ്കിൽ ഒരു ഫാൻസി ടേമൊക്കെ വെച്ച് നമ്മളതിനെ ഒഴിവാക്കാൻ നമ്മൾ നോക്കും. ഫറ ചോദിച്ച പോലെ നമ്മളാണോ അത് ഇനീഷ്യേറ്റ് ചെയ്യണത്, അതോ നമ്മൾ വെയിറ്റ് ചെയ്യണോ പിള്ളേർ ചോദിക്കാനായിട്ട്? ഫറ, ദി അതർ തിങ് ഇസ്, കുറച്ച് പിള്ളേർ വന്ന് ചോദിക്കും, കുറച്ച് പിള്ളേർ ചോദിക്കത്തില്ല. ബിക്കോസ് സം ചിൽഡ്രൻ ആർ വെരി ടോക്കറ്റീവ്. അത് കാരണം അവർ ചോദ്യങ്ങൾ ചോദിക്കും. ചില പിള്ളേർ അത് ചോദിക്കത്തില്ല, അവരുടെ മനസ്സിൽ മാത്രം അത് വയ്ക്കും. ആൻഡ് ഇറ്റ് വിൽ കം ഔട്ട് ലേറ്റർ ഓൺ. കുറേ നാളുകൾക്ക് ശേഷം അവർ വളർന്നു വരുമ്പോഴായിരിക്കും അവരുടെ മനസ്സിൽ അന്ന് കണ്ടതോ അല്ലെങ്കിൽ അന്ന് കേട്ട കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവുക. ആൻഡ് ദിൽ ബി ലൈക്ക്, ഓ, ഇത് കാരണമാണ് അമ്മയും അപ്പയും എൻ്റെ അടുത്ത് ഇത് പറയായിരുന്നേ. പക്ഷെ അവരത് ചോദിക്കണം എന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ വേണം അത് അവർക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട്. എന്താ സൈക്കോളജിയിലും പാരൻറ്റിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ദേ ബേസിക്കലി വിൽ ഹാവ് എ ടോൺ. ലൈക്ക് ഒരു കുട്ടികളോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ടോൺ ഉണ്ടാവും. ആൻഡ് ദേ വിൽ ഹാവ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. സോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് പേഷ്യൻസ് ഇൻ പാരൻറ്റിങ്? പേഷ്യൻസ് സത്യം പറയുകയാണെങ്കിൽ, ഈവൺ ഐ എം എ പാരൻറ്റിങ് കോച്ച്, അത്യാവശ്യം സമയങ്ങളിൽ എൻ്റെ പേഷ്യൻസും പോയിട്ടുണ്ട്. കമോൺ, ബിക്കോസ് വി ഓൾ ആർ ഹ്യൂമൻസ്. ഓക്കെ, ആൻഡ് നമുക്ക് എല്ലാവർക്കും വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് വി ആർ ഡൂയിങ് ഇൻ ദ സെയിം ഡേ. ആൻഡ് ചിലപ്പോൾ എല്ലാവർക്കും മെയ്ഡ്സും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ദേ മസ്റ്റ് ബി ഹാൻഡ്ലിങ് ദ ഹോൾ തിങ്. ഇപ്പോൾ സിംഗിൾ പേരൻസ് ആയിട്ടുള്ളവർ, ഇറ്റ്സ് എ ബിഗ് ടാസ്ക് ഫോർ ദെം. സോ ദർ ആർ കുറേ പേരൻസ് എൻ്റെ അടുത്ത് വന്നിരുന്ന് പറയും, എനിക്ക് എൻ്റെ മോനെ നന്നായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ എപ്പോഴും അവൻ്റെ അടുത്ത് ചൂടാവും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് ചൂടാവും. ഐ സെഡ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ബട്ട് പേഷ്യൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, പേഷ്യൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ദർ ആർ ടൈംസ് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നും വിട്ടുപോകുന്ന സമയങ്ങളുണ്ടാവാറുണ്ട്. ബട്ട് ഓൾവേസ് മേക്ക് ഇറ്റ് എ പോയിൻറ്റ്, എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ കൊച്ചിൻ്റെ അടുത്ത് പോയി ഇരുന്ന് സംസാരിക്കണം. മോനെ, ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്, ഐ ആം വെരി സോറി അബൌട്ട് ഇറ്റ്. ആൻഡ് ദർ ഇസ് നോ ഹാം ഇൻ നമ്മളുടെ പിള്ളേർ നമ്മളുടെ വൾണറബിലിറ്റി കാണുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ദ മോർ ദേ സീ യു ബീയിങ് റോ ആൻഡ് എക്സ്പ്രസീവ് ടു ദെം, അതായത് അവരുടെ അടുത്ത് എത്രയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നന്നായിരിക്കും, അത്രയും കംഫർട്ടബിൾ ആയിരിക്കും ആ ഒരു പേരൻറ്റും ചൈൽഡും തമ്മിലുള്ളൊരു ബന്ധം, അത്രയും സ്ട്രോങ് ആയിരിക്കും. പക്ഷെ നമ്മൾ പേരൻസ് ആകുമ്പോൾ നമ്മൾ എന്താ പൊതുവേ ചെയ്യാറ്? നമ്മളുടെ പിള്ളേർ നമ്മളുടെ വിഷമങ്ങളൊന്നും അറിയരുത്. അപ്പോൾ മാക്സിമം നമ്മളത് ഉള്ളിൽ ഒതുക്കാനായിട്ട് നമ്മൾ നോക്കും. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത്. ദേ ഷുഡ് നോ വാട്ട് ഇറ്റ് ഇസ്. നമുക്ക് കരയാൻ തോന്നുമ്പോൾ ഇപ്പോൾ അവർ മുന്നിലുണ്ടെങ്കിലും അവരെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞാലും മതി. യു സീ, ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ ഒരു 8 അല്ലെങ്കിൽ ഒരു 7 വയസ്സുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ദേ സീ യു ക്രൈയിങ്. ഇപ്പോൾ എൻ്റെ മോളൊക്കെ ദേ സീ മീ ക്രൈയിങ്, ദേ വിൽ ജസ്റ്റ് കം ആൻഡ് ഹഗ് മീ. അതെ, most of the parents, most of the parents are like that. I mean, most of the children are like that. They see, because as I again said, coming back to the same point, they see parents ഭയങ്കര ഒരു സംഭവം അവർക്ക്. അപ്പോൾ അവർ കരയണൊക്കെ കാണുമ്പോൾ അവർക്കത് സഹിക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ അവർ തന്നെ വന്ന് കേട്ടോ, അമ്മ കരയണ്ട, പോട്ടെ, എന്തിനാ അമ്മ കരയുന്നത്, പോട്ടെ. ചിലപ്പോൾ അവരും കരയാൻ തുടങ്ങും കൂടെ. മനസ്സിലായോ? ബട്ട് വാട്ട് ഐ വോണ്ട് ടു ഷോ ഇസ്, ദ മിനിറ്റ് നമ്മൾ തന്നെ അവരുടെ മുന്നിൽ കരയാനും ദേഷ്യപ്പെടാനും, അതായത് ഈ നെഗറ്റീവ് ഇമോഷൻസിന് നമ്മൾ കാണിച്ചു തുടങ്ങുമ്പോൾ, ദേ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ഓക്കെ ടു എക്സ്പ്രസ് ദീസ് ഇമോഷൻസ് ഇൻ എ ഹെൽത്തി വേ. മനസ്സിലായോ? അപ്പോൾ ഈ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യണേലും കുഴപ്പമില്ല എന്നുള്ളത് അവരത് മനസ്സിലാക്കും. സോ ഈ പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ കുറേ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണെങ്കിലും there is no harm in sometimes letting go in front of your child എന്നാണ് ഞാൻ പറയാം. ബിക്കോസ് എന്നാലേ അവർക്കും അത് മനസ്സിലാവത്തുള്ളൂ. there is no harm in telling your difficulties also to your child, ബിക്കോസ് പിള്ളേർക്ക് അത് മനസ്സിലാവണം. പേരൻസ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടണേന്നുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം പിള്ളേർക്ക് നല്ലോണം മനസ്സിലാവും. നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മളുടെ പിള്ളേർക്കൊന്നും ഒന്നും മനസ്സിലാവത്തില്ല എന്നുള്ളത്. നോ, ദേ അണ്ടർസ്റ്റാൻഡ് മച്ച് ബെറ്റർ. അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെക്കാട്ടും ഇരട്ടി അവർക്കത് മനസ്സിലാവും.
ഇപ്പോൾ കമ്മിങ് ബാക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോ ദർ വാസ് എ മദർ. സോ ഇത് ഞാനൊരു വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പ് ഈ ഫിയർലെസ് പാരൻറ്റിംഗ് എന്നുള്ള വർക്ക്ഷോപ്പ് ബേസിക്കലി ഞാൻ ഫോക്കസ് ചെയ്യുന്നൊരു ടോപ്പിക് ഇസ് ഈ സെക്ഷുവാലിറ്റി ഹെൽത്ത് അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ സോ ദർ വാസ് ദിസ് പേരൻറ്റ് ഹു ആക്ച്വലി ഗോട്ട് അപ്പ് ആൻഡ് സെഡ്, മാം യു ആർ വെരി റൈറ്റ്. Because she was a parent who was always changing her clothes in front of the child. അപ്പോൾ the child became about 9 years. അപ്പോഴും അമ്മ സ്വാഭാവികമായിട്ട് സാധാരണ പോലെ ഒരു ഇതും ഇല്ലാണ്ട് ഷീ വാസ് റിമൂവിങ്. പക്ഷേ ദ മിനിറ്റ് ദ ചൈൽഡ്, അപ്പോൾ അതായത് 8 വയസ്സ് വരെ കൊച്ചിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. 9 വയസ്സായപ്പോൾ യു നോ വാട്ട് ദ ചൈൽഡ് ഡിഡ്, ആ കൊച്ച് അമ്മ ഡ്രസ്സ് മാറുന്ന കണ്ടപ്പോൾ തന്നെ ഹീ വാക്ക്ഡ് ഔട്ട് ആൻഡ് ഹീ ക്ലോസ് ദ മദേഴ്സ് ഡോർ. അത് അമ്മ പറഞ്ഞു കൊടുത്തിട്ടാണോ? അല്ല. ബട്ട് ദ ചൈൽഡ് നോസ് അമ്മ നീഡ്സ് ഹർ പ്രൈവസി. സോ ദാറ്റ്സ് വാട്ട് ഐ സെഡ്. പിള്ളേർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ദേ അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് ഓഫ് തിങ്സ് ബൈ ജസ്റ്റ് ഒബ്സേർവിങ്. വെറുതെ കണ്ടുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും അവർ പഠിക്കുന്നുണ്ട്. ഇതൊന്നും, ആൻഡ് ഷി വാസ് ഓൾസോ വെരി ഷോക്ക്, ലൈക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും പോലും ഇല്ല. മനസ്സിലായി? ഞാൻ എനിക്ക് പ്രൈവസി വേണമെന്നോ അല്ലെങ്കിൽ ഡോർ അടയ്ക്കണം എന്നോ ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്ന കാര്യമില്ല. പക്ഷെ ആ ഒരു പ്രായമായപ്പോൾ എൻ്റെ കൊച്ചു ഞാൻ ഡ്രസ്സ് മാറണ കണ്ടിട്ട് തന്നെ വാക്ക്ഡ് ഔട്ട് ആൻഡ് ജസ്റ്റ് ക്ലോസ് ദ ഡോർ. ആൻഡ് ഹി മസ്റ്റ്, ആൻഡ് ഓഫ് കോഴ്സ് ഹി സെഡ്, അമ്മ നൗ ഐ തിങ്ക് യു ക്യാൻ ക്ലോസ് ദ ഡോർ. മനസ്സിലായോ? സോ ചിൽഡ്രൻ ഡു അണ്ടർസ്റ്റാൻഡ്, യുനോ. ഇപ്പോൾ ചില പേരൻസൊക്കെ പറയുന്നത് കേൾക്കാം, അവരവിടെ പിള്ളേരൊന്നും കേൾക്കുന്നൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ പേരൻറ്റ് ഗ്യാതറിങ്ങിനൊക്കെ, ഇപ്പോൾ പാർട്ടീസിലൊക്കെ പോകുമ്പോൾ ചില പേരൻസൊക്കെ അവിടെ ടേബിളിന്മേലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. ആൻഡ് ദെയിൽ ബി തിങ്കിങ്, അത് കുഴപ്പമൊന്നുമില്ല, അവരൊന്നും കേൾക്കുന്നുണ്ടാവില്ല. ഐ സെഡ് നോ, അവരുടെ ചെവി ഇവിടെ ആയിരിക്കും. ഓക്കെ, ലൈക്ക് ബിക്കോസ് ദേ ആർ ലിസ്ണിങ്, ദേ ആർ ഒബ്സേർവിങ്. അവരവിടെ ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും എന്താണ് ചുറ്റുപാടിൽ നടക്കുന്നതെന്നുള്ളത് ദേ ആർ വെരി വെൽ അവെയർ ഓഫ് ഇറ്റ്. മനസ്സിലായോ? ഇപ്പം ഞാൻ തന്നെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ നടന്ന ഒരു കാര്യമാണ്. സോ മൈ ഫ്രണ്ട് വാസ് അണ്ടർഗോയിങ് എ ഡിവോഴ്സ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടോക്കായിരുന്നു. ടേബിളിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടി ഇപ്പം സംസാരിക്കണ്ട, ബിക്കോസ് മോൻ അവിടെ ഇരുന്ന് അവനതൊന്നും കേൾക്കത്തില്ല, അവനത് കളിച്ചുകൊണ്ടിരിക്കുക. എടുത്ത വഴിക്ക് ഹീ സെഡ് ഫ്രം ദെയർ, അമ്മ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ഏത് കളിച്ചുകൊണ്ടിരിക്കുക, മറ്റേ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഹീ സെ, അമ്മ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. ദേ ആർ ഇയേഴ്സ് ആൻഡ് ഐസ് ആർ വെരി ഷാർപ്പ് ആൻഡ് ദേ ആർ ഓപ്പൺ അറൗണ്ട്. മനസ്സിലായോ? സോ yeah, so I personally feel there is no harm in being opening up to your child or being vulnerable to your child. നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിൽ അത്രയും പ്രശ്നം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും പേഷ്യൻസ് ആയിട്ട് നമ്മൾ നല്ലൊരു ഗുഡ് പാരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ജെൻറ്റിൽ പാരൻറ്റിംഗ് ആവശ്യമില്ല. നോ. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നത് ജെൻറ്റിൽ പാരൻറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേഷ്യൻസ് വേണ്ടൊരു സംഭവമാണ്. ഭയങ്കര പേഷ്യൻസ് വേണ്ടൊരു സംഭവമാണ്. ബട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് റൂൾസ് ദാറ്റ് ഫോൾ ബിഹൈൻഡ് ഇറ്റ്. ദാറ്റ്സ് വാട്ട് ജെൻറ്റിൽ പാരൻറ്റിംഗ് ഇസ് ഓൾ അബൌട്ട്. നോ ഈസ് നോ. കുട്ടി അവിടെ കിടന്ന് കരയും, ബഹളം വയ്ക്കും, ഉരുളും, എല്ലാം ചെയ്യും. നോ ഈസ് നോ. ദ പാരൻറ്റ് വിൽ. പക്ഷെ നമുക്ക് ആ മനസ്സുണ്ടാവണം ആ കരച്ചിലും ബഹളവും കാണാനായിട്ട്. അതിനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. ബട്ട് ഓഫ് കോഴ്സ് അപ്പോൾ പേരൻസ് പറയുന്ന ഒരു കാര്യമാണ്, നമുക്കും വിഷമം വരും. നമുക്കും വിഷമം വരും. പിന്നെ ആ കരച്ചിലും പിന്നെ എല്ലാവരും മോന്തയൊക്കെ കാണുമ്പോൾ യുനോ ദേ ആർ ഓൾസോ ലൈക്ക്, ദേ ഓൾസോ പാനിക്. ആൻഡ് ദെൻ അപ്പം തന്നെ ദേ ലൈക്ക്, വാട്ട് ആർ യു ഡൂയിങ് ടു യുവർ ചൈൽഡ്? എന്ത് ഈ കൊച്ചിനെ ചെയ്യുന്നത്? ജസ്റ്റ് ഗിവ്. ഒരു റിമോട്ടല്ലേ ചോദിക്കുന്നത്, അതങ്ങോട്ട് കൊടുക്കുക. ഫോണല്ലേ ചോദിക്കുന്നത്, കൊടുക്കുന്നു പറയും. ദാറ്റ് ഈസ് ദ ഫെയിലിയർ ഓഫ് പാരൻറ്റിങ്. ഈ എല്ലാ ഈ കോംപ്രമൈസ്. ഇഫ് യു കോംപ്രമൈസ് ഇസ് വേർ തിങ്സ് ഗോസ് ഓഫ്. റൂൾസ് ആർ റൂൾസ്. അതാണ് ഒരു നല്ലൊരു പാരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ബേസിക് ഇസ് റൂൾസ് ഓവർ ദെയർ. സ്ക്രീൻ ടൈം ഇസ് 30 minutes എന്ന് പറഞ്ഞാൽ 30 minutes കഴിഞ്ഞാൽ സ്ക്രീൻ ഇസ് ഔട്ട്. അല്ലെങ്കിൽ ദർ ഷുഡ് ബി കണ്ടീഷൻസ് ടു ഇറ്റ്. ഓക്കെ, സോ യു ഡു യുവർ ഹോംവർക്ക് ആൻഡ് കം, യു ക്യാൻ കം ആൻഡ് വാച്ച് എ സ്ക്രീൻ. പക്ഷേ 30 minutes കഴിയുമ്പോൾ അമ്മ ഓഫ് ചെയ്യും കേട്ടോ. എന്ന് വരെ 30 minutes കഴിയുമ്പോൾ വാച്ചിൽ 30 minutes ആകുമ്പോൾ തന്നെ അപ്പം പോയി സ്വിച്ച് ഓഫ് ചെയ്യല്ല. കീപ് സേയിങ് 5 minutes ട്ടോ, 10 minutes, കഴിയാറായേ, and you go and switch it off.
സോ യു ആർ പ്രെപ്പിംഗ് ദ ചൈൽഡ് അപ്പ് ദെയർ. മനസ്സിലായി? ഞാൻ ഈ പറയുന്നതൊക്കെ ഈ ഒരു 10 years ബിലോ ആയിട്ടുള്ളൊരു പിള്ളേർക്കുള്ളതാട്ടോ. സോ ഓൾ ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ദെം. പിന്നെ ഈ സ്പെഷ്യലി ടു ചിൽഡ്രൻ ഓഫ് 7 years, അതായത് 7 വയസ്സുള്ളൊരു പിള്ളേർക്ക് എപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, എന്താ, എത്ര പറഞ്ഞാലും ഇവൻ കേൾക്കത്തില്ല. ഇവനോട് ഡ്രസ്സിട്ട് കുളിച്ച് കഴിഞ്ഞ് ഇവനോട് ഡ്രസ്സിട്ട് എവിടെ വേണം പോയെന്ന് പറഞ്ഞാലും കേൾക്കില്ല. ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. സോ പേരൻസ് കീപ്പ് ഹൗ മെനി ടൈംസ് യു ഹാവ് ടു കീപ് ടെലിങ്, യു ജസ്റ്റ് ഡസൻ ലിസൺ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ദർ ഇസ് എ ഫാക്ട് ബിഹൈൻഡ് ഇറ്റ്. അതിനൊരു റീസൺ ഉണ്ട്, അതിനൊരു കാരണമുണ്ട്. ബിക്കോസ് ഈ ലോജിക്കൽ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഈ ചിന്തിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ ആയിട്ടുള്ളത്, അത് പിള്ളേർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് 7 വയസ്സ് കഴിഞ്ഞിട്ടാണ്. 7 വയസ്സൊക്കെ ആകുമ്പോഴാണ്. അതാണ് ആ സമയത്താണ് അവരുടെ പല്ലൊക്കെ വീഴുന്നത് കാണാം, അവരുടെ മിൽക്ക് ടീത്തൊക്കെ വീഴുന്നത് കാണുന്നത് ആ സമയത്താണ്. അതുവരെ, അത് ഡെവലപ്പ് ചെയ്യുന്ന വരെ നമ്മൾ ഈ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കണം. ബിക്കോസ് എന്നാലേ അത് അവരുടെ തലയിൽ കയറത്തുള്ളൂ. ദാറ്റ് ഈസ് വൈ ഈ പ്രൈമറി സ്കൂൾസിലൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഈ കിൻഡർ ഗാർഡൻ ഇതിലൊക്കെ, അല്ലെങ്കിൽ പ്രീ സ്കൂൾസിലൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു റൈമും കാര്യങ്ങളൊക്കെ. ദാറ്റ് ഈസ് ദ മോഡ് ഓഫ് ടീച്ചിങ് ദം, ബിക്കോസ് our logical brain is not developed. മനസ്സിലായി? അത് ഡെവലപ്പ് ചെയ്യുന്നത് is only by 7 years. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ തന്നെയും പിന്നെയും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കേണ്ട കാരണം. ഇപ്പം സ്ക്രീൻ ടൈമിനെ കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ പാരൻസിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് കണ്ടൻസ് ആയിരിക്കും. അതായത് എങ്ങനെയാണ് നമ്മൾ ഇവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് മാത്രം കാണിക്കുന്നത്. ആൻഡ് സംഹൗ ദേ ടോക്ക് അബൌട്ട് ഓൾ ദ ഷോസ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ. ഇപ്പോൾ ഐ ഹാവ് എ 9-year-old. അപ്പം അവർ സംസാരിക്കുന്ന ഷോസും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ സ്ട്രേഞ്ചർ തിങ്സിനെ കുറിച്ചായിരിക്കാം. അങ്ങനെ ദേ ബേസിക്കലി നോ എവറിത്തിങ്. സോ എങ്ങനെയാണ് നമ്മളത് ഫിൽട്ടർ ചെയ്യുക, എങ്ങനെ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യുക, ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്, യു ഷുഡ്. ഇപ്പോൾ അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്കത് കാണാൻ പാടില്ല എന്നാണ്. then they'll say I already know what it is. എങ്ങനെയാണ് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യുക? അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഇസ് റൂൾസ്. സെറ്റ് റൂൾസ്. അതായത് സ്റ്റിക്ക് ടു ഇറ്റ്. സേ ഇന്ന റേറ്റിംഗ് ഉള്ളത് നമുക്ക് കാണാൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് മെൻറ്റ് ഫോർ അഡൾട്ട്സ് അല്ലെങ്കിൽ ഗ്രോൺ അപ്പ് കിഡ്സ്. ഓക്കെ, ബിക്കോസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഉള്ള കാരണമാണ് അമ്മ അത് കാണണ്ടെന്ന് പറയുന്നത്. ഓക്കെ, now if at all the child wants to watch it, you can always say എനിക്ക് മനസ്സിലാക്കാം നിനക്കത് കാണണം എന്നുള്ളത്, പക്ഷേ അത് നിനക്ക് ഇപ്പോഴത്തെ പ്രായത്തിനെ പറ്റിയിട്ടുള്ളതല്ല. നമുക്കത് ഇച്ചിരിയും കൂടി വളർന്നിട്ട് വി ക്യാൻ സിറ്റ് ആൻഡ് വാച്ച് ടുഗെദർ. നമുക്ക് രണ്ടുപേർക്കും എന്നാൽ എന്തെങ്കിലും ഫണ്ണായിട്ടുള്ളവരിന്ന് കാണാം, അല്ലെങ്കിൽ ഗിവ് ദം ഓപ്ഷൻസ്. സോ അപ്പോഴും ദേ ആർ ഫീലിംഗ് ദേ ആർ ഇൻ കൺട്രോൾ. ഓക്കെ, അമ്മ ഹാസ് ഗിവൺ മീ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഐ ക്യാൻ ചൂസ്. മനസ്സിലായ? സോ ഗിവ് ദം ഓപ്ഷൻസ് വിച്ച് ഇസ് which is actually possible for them to sit and watch. മനസ്സിലായോ? സോ these are all different ways which you can, നമ്മൾ ചെറിയ പിള്ളേരുടെ അടുത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് യൂഷ്വലി വർക്ക്സ് ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദേ ലുക്ക് അപ്പ് ടു ദിയർ പേരൻറ്റ്സ്. ആൻഡ് കണ്ടൻസ് കാണുമ്പോൾ, ഈ കണ്ടൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ദിസ് ഈ യൂട്യൂബ് കിഡ്സ്. അതിപ്പോൾ മിക്ക പേരൻസിനൊക്കെ അറിയാവുന്നൊരു സംഭവമാണ്. ഈ യൂട്യൂബിൽ എല്ലാവരും വിചാരിക്കുന്നത് ഓക്കെ യൂട്യൂബ് ഭയങ്കര ടോക്സിക് ആണ്, അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് യൂട്യൂബ് കിഡ്സ് കൊടുക്കാം എന്നുള്ളത്. അതൊരു ആപ്പാണ്. ഹാവ് യു ഹേർഡ് ഓഫ് ഇറ്റ്? യൂട്യൂബ് കിഡ്സ് കേട്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് ബേസിക്കലി ഓൾ ദിസ് കാർട്ടൂൺസ് കാര്യങ്ങളൊക്കെയാണ്, ഈ പിള്ളേരുടെ ക്രാഫ്റ്റും അത് ഇതൊക്കെ. നൗ വാട്ട് ഹാപ്പൻഡ്, ദീസ് അബ്യൂസേഴ്സ് they are, അതായത് ഈ പീഡോഫൈൽസ് എന്ന് പറയുന്നത് പീപ്പിൾ ഹു ആർ ടാർഗറ്റിംഗ് ചിൽഡ്രൻ, അബ്യൂസേഴ്സ് ഹു ആർ ടാർഗറ്റിംഗ് പിള്ളേർ. വാട്ട് ഡിഡ് they do? They took over this YouTube content, അതായത് യൂട്യൂബ് കിഡ്സിൻ്റെ കണ്ടന്റ്. അതായത് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ഹെൻടൈ പോൺ. അതൊരു ജാപ്പനീസ് ടേമാണ്. അതായത് ഈ സ്പൈഡർമാൻ ഉണ്ടാവും, എൽസ ഉണ്ടാവും. സോ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ പെപ്പ പിഗ് ഒക്കെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്.
കുറച്ച് കഴിയുമ്പോൾ പെപ്പ പിഗിൻ്റെ സീരീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും കൊച്ചു പെപ്പ പിഗ് കാണുന്നതെന്നും പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ പണി ചെയ്യാനായിട്ട് ഇപ്പോൾ കിച്ചണിൽ പോയി തിരിച്ച് വരുമ്പോഴത്തേക്കും യു ക്യാൻ സീ പെപ്പ പിഗ് മറ്റേ ഡ്രഗ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതും യു ക്യാൻ സീ ദാറ്റ് വേറൊരു മോഡിലേക്ക് ആവുന്നതും അതിനെ ബേസ് ചെയ്തൊരു കണ്ടൻറ്റ് ഞാൻ ആക്ച്വലി എൻ്റെ പേജിൽ ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ എൽസയുടെ അല്ലെങ്കിൽ സ്പൈഡർമാൻ്റെ ഒരു സീരീസാണ് നടന്നുകൊണ്ടിരിക്കണേന്ന് വിചാരിക്കും. പെട്ടെന്ന് സ്പൈഡർമാൻ അവിടെ നിന്ന് എടുത്ത് ചാടുന്നു, മറ്റേ ഇതായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും സ്പൈഡർമാനും എൽസയും തമ്മിലുള്ളൊരു മേക്കൗട്ട് സീൻ കാണിക്കുന്നത്. എക്സാക്ട്ലി. അപ്പോൾ അതുപോലും സേഫ് അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എപ്പോഴും പാരൻറ്റിൻ്റെ ഒരു 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 ഐ ഉണ്ടാവുന്നത് എപ്പോഴും നല്ല ഒരു മേൽനോട്ടം ഉണ്ടാവുന്നത് നല്ലതാണ്. സോ ഈവൻ സ്പെഷ്യലി വിത്ത് സ്മോൾ ചിൽഡ്രൻ വലിയ പിന്നെ അതാ ഞാൻ പറയുന്നത്, ഈ കോൺവെർസേഷൻസ് ഒക്കെ നേരത്തെ തുടങ്ങണം. ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ പെട്ടെന്ന് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ തിരുവിലേക്ക് ഇത് എന്ത് ഇവിടെ നടക്കുന്നതെന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ അപ്പോഴും എടുത്ത് പറയണം. അല്ലെങ്കിൽ പെട്ടെന്ന് ദെർ വാസ് എ സീൻ. അപ്പോൾ ഒരു കേസ് വന്നതാണ്. ദ ചൈൽഡ് വാസ് പെട്ടെന്ന് ഷീ വാസ് ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് വാച്ചിങ് സം എൽസയുടെ എന്തോ കാർട്ടൂൺ ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഈ ഒരു സീൻ വന്നു, കുട്ടി പേടിച്ചു. അപ്പം തന്നെ ഷീ സ്വിച്ച്ഡ് ഓഫ് ദ ടി വി. ആൻഡ് ദിസ് ചൈൽഡ്, ഈ കുട്ടി ഒരു 4 വയസ്സുള്ളൊരു കൊച്ചായിരിക്കും. പെട്ടെന്ന് പോയി ടി വി ഓഫ് ചെയ്തു. സോ അമ്മ പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുട്ടി പെട്ടെന്ന് ഭയങ്കര ഒരു ട്രോമാറ്റിക്കായി, ഭയങ്കര ഒരു സ്ട്രെസ്സായി. കൊച്ച് പെട്ടെന്ന് ഇങ്ങനെ കാല് മേൽമ കയറ്റിയിരുന്ന് കൊച്ചിങ്ങനെ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ പോയി ചോദിച്ചു, എന്ത് പറ്റി മോളെ, വാട്ട് ഹാപ്പൻഡ്? അപ്പോൾ പറഞ്ഞു, അയ്യോ ഞാൻ എന്തോ ചീത്ത കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ മോള് കണ്ടേ, ടി വി ഓണാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഷീസ് ഓൾവേസ് കവറിങ്. സോ ദാറ്റ് ബിക്കെയിം സച്ച് എ ട്രോമ ഫോർ ദ ചൈൽഡ്. ആ ടി വി എന്ന് പറയുന്നത് ബിക്കെയിം എ ട്രോമ ഫോർ ദ ചൈൽഡ്. സോ ഇവിടെ ദിസ് ഈസ് വെയർ ഐ കീപ് സെയിങ് പേരൻസ് ഹാസ് ടു ബി പ്രൊആക്റ്റീവ്. പേരൻസ് ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ ഒരു ഓൺ ഗോയിങ് കോൺവെർസേഷൻ ആയിട്ട് ഇത് പറയണം. അല്ലാണ്ട് നമ്മളൊരു ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പോലെയല്ല, ഓക്കെ മോനെ ഇങ്ങോട്ട് വരൂ, നമ്മൾ ഇന്ന് ഇവിടെ ഇതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ബോഡീനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണേ എന്നും പറഞ്ഞിട്ടൊരു ക്ലാസ് എടുത്ത് കൊടുക്കല്ല. നമ്മൾ ബേസിക്കലി അത് ഒരു കോൺവെർസേഷൻ, ഇപ്പം നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെ ഒരു കോൺവെർസേഷൻ, ഒരു ഫ്രണ്ട്ലി ടോക്ക്, ഓൺ ഗോയിങ് ടോക്ക് ആയിരിക്കണം. ഇന്നിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ നാളെ കുട്ടി വേറെ എന്തെങ്കിലും കാണുമ്പോൾ ആസ്ക് ദെം, മോനെ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ ഒരു ഭയങ്കര ഇൻറ്റിമേറ്റ് സീൻ കണ്ടുകൊണ്ടിരിക്കുക. ഇമാജിൻ യുവർ ചൈൽഡ് ഇസ് മേ ബി ലൈക്ക് അബൌട്ട് ഒരു 9 years or 10 years. Your child is not, sometimes your child might not cover your eyes. ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർ they'll cover their eyes and all. Or sometimes they'll പെട്ടെന്ന് ചാനൽ മാറ്റുക. അത് പേരൻസ് ആട്ടോ, പേരൻസ് ആയിരിക്കും പെട്ടെന്ന് പോയി ചാനൽ മാറ്റുന്നത്. പക്ഷേ ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ ദേ മൈറ്റ് ജസ്റ്റ് സിറ്റ് ആൻഡ് ലുക്ക് ആൻഡ് ദേ മൈറ്റ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ബട്ട് വെൻ ദേ സീ ദ കിസ്സിങ് സീൻ ആൻഡ് ഓൾ ദേ വിൽ ജസ്റ്റ് ഇങ്ങനെ ചിരിച്ചൊക്കെ അവരതങ്ങനെ തട്ടിക്കളയും. ബട്ട് ബ്രിങ് ഔട്ട് എ കോൺവെർസേഷൻ വിത്ത് ദ ചൈൽഡ്. അപ്പോൾ ചോദിക്കുക, മോനെ വാട്ട് ഡു യു തിങ്ക് ഇസ് ഹാപ്പനിങ്, ഡു യു തിങ്ക് ഇറ്റ് ഇസ് ഓക്കെ ഫോർ ദെം ടു ഡു ദാറ്റ്. ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് ദേ വിൽ ഹാവ് ദെയർ ഓൺ എക്സ്പ്ലനേഷൻസ് ടു ഇറ്റ്. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ആൻസേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വരെ അത് കേൾക്കുമ്പോൾ നമ്മൾ വരെ ഞെട്ടിപ്പോവും. എസ്പെഷ്യലി ഇപ്പോഴത്തെ പിള്ളേർ കേട്ടോ, ബിക്കോസ് ദേ ആർ വെരി വെൽ അവെയർ ആൻഡ് ക്യൂരിയസ്. എന്തെവിടെ നടക്കുന്നത്, എന്താണ്, എങ്ങനെ, ഒക്കെ അവർക്ക് ഭയങ്കര വെരി ക്യൂരിയസ് ആൻഡ് വെരി ഷാർപ്പ് ഓൾസോ. നമുക്ക് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ പിള്ളേർ. സോ ദ വേ അവരുടെ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്ന കേട്ട് നമ്മൾ തന്നെ അന്തിച്ചിരിക്കും. മനസ്സിലായല്ലോ. സോ ഐ സ്റ്റിൽ കീപ് ടെലിങ് പേരൻസ്, ഞാനിപ്പോൾ ഈ വലിയ കോച്ചും ഇതെന്നൊക്കെ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഞാൻ ഈ വർക്ക്ഷോപ്സ് എടുക്കുമ്പോഴാണ്. സ്പെഷ്യലി പിള്ളേരുടെ കയ്യിൽ നിന്ന്, പിള്ളേരുടെ അടുത്ത് വർക്ക്ഷോപ്സ് എടുക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ആൻഡ് ഐ എൻജോയ് ഇറ്റ്. ഏതാണ് അവർക്ക് അലൗ ചെയ്ത് തുടങ്ങേണ്ടത് അക്കോർഡിംഗ് ഏത് ഒരു സ്ക്രീൻ ഹാഫ് ആൻ അവർ എങ്കിൽ ഹാഫ് ആൻ അവർ സ്ക്രീൻ ടൈം അവർക്ക് വി കനോട്ട്, സത്യം പറയുകയാണെങ്കിൽ നൗ ഈവൻ 2 years 3 years and all, they are bound to watch screens. Okay, especially അവർ പ്ലേ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ അവിടെയൊക്കെ ചിൽഡ്രൻ മൈൽ ബി സിറ്റിംഗ് ഉണ്ടെങ്കിൽ ഐ വാച്ച് പെപ്പ പിഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ യുവർ ചൈൽഡ് വിൽ ബി ലൈക്ക്, നമ്മളാണെങ്കിൽ സ്ക്രീൻ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ളൊരു രീതിയിലിരുന്നാലും
that is also a negative this thing. Because they will feel അയ്യോ ഇതെന്ത് ഇവർ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നേ എന്നൊക്കെ ആയിരിക്കും. And I feel screens help them in their language also, no? എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസും ഉണ്ട്. പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. സോ യു കനോട്ട് കംപ്ലീറ്റ്ലി നമുക്ക് സ്ക്രീൻ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? സംവേർ ഇപ്പോൾ റൈമൊക്കെ കേട്ട് നമ്മളൊന്ന് ഇത് ചെയ്യണമെങ്കിലും യു വിൽ യൂസ് ദ സ്ക്രീൻ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ. ഇപ്പോൾ എനിക്കൊരു 1 വയസ്സുള്ളൊരു കൊച്ചുണ്ട്. ആ കൊച്ചു ഇപ്പോൾ പെട്ടെന്ന് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണ് തിരിച്ചിങ്ങനെ നോക്കും. ബിക്കോസ് ഇറ്റ്സ് വെരി കളർഫുൾ, പെട്ടെന്ന് മൂവ് ചെയ്യുന്നു, യുനോ. പക്ഷെ അതേ സമയം തന്നെ ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ഇറ്റ് ഇസ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര ദേ കനോട്ട് ബി കാം. യുനോ ദേ നീഡ്, അവർക്കിങ്ങനെ എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തേൽവിയിലെ ഐ എം ഫീലിംഗ് ബോർഡ്. ഞാൻ എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സംഭവമാണ്. ബിക്കോസ് അവർക്ക് കുറച്ച് നേരം അവരുടെ സോഫയിൽ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇല്ല. കുറേയൊക്കെ നമ്മൾ പേരൻസും അതിന് ഉത്തരവാദിയാട്ടോ. ഓക്കെ, ബിക്കോസ് എപ്പോഴും ഞാൻ നൗ അനദർ വെരി കോമൺ തിങ് ദറ്റ് യു ക്യാൻ റിലേറ്റ് ടു ഇസ് ഓർ ഐ കീപ് ടെലിങ് പേരൻസ്. ഞാനൊരു സ്കൂളിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, മറ്റേ ഇറ്റ്സ് കോൾഡ് എസ് എ ഹറീഡ് ചൈൽഡ് സിൻഡ്രോം. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകണം, ഇപ്പോൾ ഒരു 7 മണിക്ക് ബസ് വരും എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൊച്ചിനെ ഒരു 6:15 ആകുമ്പോഴത്തേക്കും നമ്മൾ എഴുന്നേക്ക് സംടൈംസ് യു ആർ സോ മച്ച് ഇൻ എ ഹറി ദറ്റ് ആ കൊച്ചിനെ നമ്മളുണ്ടല്ലോ, ഈ കൊച്ചിനൊരു പരിധിയുണ്ട്. അതിനെക്കാട്ടും കൂടുതൽ ഈ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളാണെങ്കിൽ ആ കൊച്ചിൻ്റെ അടുത്ത് മാക്സിമം ഗെറപ്പ് ഇത്രയും സമയമായിട്ട് നീ എഴുന്നേറ്റില്ലേ, പോയി ഷൂസ് ഇട്, അത് ചെയ്യ്, ഇത് ചെയ്യ്, ബാഗ് എടുക്കും, മറ്റത് സോ രാവിലെ ഇസ് ലൈക്ക് ഒരു മോർണിംഗ് കെയോസ് ആണ് അവിടെ. മനസ്സിലായോ? ബിക്കോസ് ദർ ഇസ് എ ഹോൾ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ് ദെയർ. അതേസമയം ആ പേരൻസിന് തന്നെ ഇപ്പോൾ കൊച്ചിച്ചിരി എഴുന്നേക്കാൻ നേരം എടുക്കുമെങ്കിൽ ദേ ക്യാൻ ബി എ ലിറ്റിൽ പ്രീ പ്ലാൻഡ്. അത് 6 മണിക്ക് എഴുന്നേൽപ്പിക്കുന്ന ഒരു കൊച്ചിനെ ഒരു 5:45 ആകുമ്പോൾ തന്നെ പതുക്കെ തോണ്ടി തുടങ്ങാം. മോനെ എഴുന്നേക്ക്, ഇതേ സമയമായി, സ്ലോലി ലൈറ്റൊക്കെ ഓൺ ചെയ്യാം. സോ ദാറ്റ് ക്യാൻ ഓൾസോ ബി ഡൺ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? എവ്രിബഡി ഈസ് യൂസ് ടു ദിസ്. ഈ തിരക്ക് പിടിച്ച് കൊച്ചുങ്ങൾ അത് ചെയ്യിപ്പിച്ച് ഇത് ചെയ്യിപ്പിച്ച്, പിള്ളേർക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാനും ആൻഡ് ദേ നീഡ് ടൈം ടു ഈറ്റ്. ദറ്റ് ഏർലി മോർണിംഗ് ഒക്കെ ആരിരുന്ന് കഴിക്കാനാണ്, കൂടിപ്പോയി അവർ 1 ബൈറ്റ് അല്ലെങ്കിൽ 2 ബൈറ്റ്. പക്ഷെ അതിന് അവർക്ക് സമയം വേണം. ബട്ട് ഇറ്റ്സ് സച്ച് എ കെയോട്ടിക് മോർണിംഗ് ബിക്കോസ് ഭയങ്കര എന്താ തിരക്ക് പിടിച്ച കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ബസ്സാണെങ്കിൽ ഇത്രയും സമയം, എത്ര നേരം ഇതിനോട് ഷൂസ് ഇടാൻ പറയുന്നു. ഇത് നമ്മൾ ഇച്ചിരി ഒന്ന് നേരത്തെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പല കാര്യങ്ങൾ വിൽ ഫോൾ ഇൻ പ്ലേസ്. അപ്പോൾ അതിനൊക്കെ കുറേയൊക്കെ നമ്മളും വി ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് that you can do. So as I said, even ഈ സ്ക്രീൻസിൻ്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയ പിള്ളേർക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ്സും കളേഴ്സും കാണുമ്പോൾ ഒക്കെ അവർക്കത് ഭയങ്കര അട്രാക്ഷനാണ്. സോ ഇഫ് യു ആസ്ക് മീ വാട്ട് ഇസ് ദ ബെസ്റ്റ് സ്റ്റേജ് ദറ്റ് യു ക്യാൻ സ്റ്റാർട്ട് സ്ക്രീൻ ആൻഡ് ഓൾ, സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2.5-3 വയസ്സാണ്. ഓക്കെ, പക്ഷെ അത്രയും വരെ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് ഇസ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ബിക്കോസ് അത്രയും ഇൻവോൾവ് പേരൻസ് ആയിരിക്കണം. വിച്ച് വി ഹാവ് ആർ എന്താ പറയുക, നമുക്കും നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളും നോക്കണം. മനസ്സിലായോ? സോ ഐ വുഡൻറ്റ് സേ ദാറ്റ് ഈസ് ലൈക്ക് ദി ഏജ് ഗ്രൂപ്പ് ഓർ ദിസ് ഈസ് ദ കറക്റ്റ് ഏജ് എന്ന് ഞാൻ പറഞ്ഞില്ല. ദർ ആർ നോ സെറ്റ് റൂൾസ്. ഒരിക്കലും റൂൾസ് ഇല്ല. യു ടേക്ക് ഇറ്റ് എലോങ് ആസ് യുവർ ജേർണി. മനസ്സിലായോ? ഈ 5 പേരിൽ വ്യത്യാസമായിരിക്കുന്ന പോലെയാണ് പേരൻറ്റിങ്ങും. കുട്ടികളും ഇപ്പോൾ ഐ വിൽ ബി ഡിഫറെൻറ്റ് ഇൻ ദ വേ ദറ്റ് ഐ ബ്രിങ് അപ്പ് മൈ ചൈൽഡ്, യു വിൽ ബി ഡിഫറെൻറ്റ് ഇൻ ദ വേ ദറ്റ് യു ബ്രിങ് അപ്പ് യുവർ ചൈൽഡ്. മനസ്സിലായി? ബിക്കോസ് നമ്മുടെ വാല്യൂസ് ആർ ഡിഫറെൻറ്റ്, നമ്മുടെ കൾച്ചർ ഇസ് ഡിഫറെൻറ്റ്, എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. സോ ദാറ്റ്സ് വാട്ട് ഐ സെഡ്, ദർ ആർ നോ സെറ്റ് റൂൾസ് ഫോർ. അതിനൊന്നും ഒരു റൂൾസ് എന്ന് പറയാനായിട്ട് ഇല്ല. മനസ്സിലായത്? നമ്മളെപ്പോഴും ഈ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് പാരൻസിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എങ്ങനെയാണ് അവരെ എൻഗേജ് ചെയ്യുക എന്നുള്ളത്. അതർവൈസ് എങ്ങനെ അവരെ എൻഗേജ് ചെയ്യുക? ബിക്കോസ് ദേ ഹാവ് സോ മച്ച് എനർജി അല്ലേ, അവർക്ക് കുറേ എനർജി ഉണ്ട്, അവർക്കത് എവിടേക്കെങ്കിലും സ്പെൻഡ് ചെയ്യണം. ഈ പറഞ്ഞതുപോലെ അവർക്കൊരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ ഉള്ള, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലർക്കും അങ്ങനെ ഇരുന്നൊരു കാര്യം ചെയ്യുക വളരെ റെയറായിട്ടേ അങ്ങനെ കണ്ടിട്ടുള്ളൂ.
അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എൻഗേജ് ചെയ്യുക? ബിക്കോസ് നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ആസ് യു സെഡ്. അപ്പോൾ എങ്ങനെയാണ് ക്യാൻ യു So ഗിവ് സം ടിപ്സ്? that is where I was telling, at least നമ്മൾക്കൊരു ക്വാളിറ്റി ടൈം ഉണ്ടാവുമല്ലോ അവരായിട്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു ആക്ട്, ഇപ്പോൾ ഒരു പസിലാണെന്ന് വിചാരിക്കുക, നമ്മളും കൂടി ഇരിക്കണം അവരുടെ കൂടെ. സ്പെഷ്യലി ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ ദേ വിൽ ഫീൽ സോ ബോർഡ്. ബിക്കോസ് ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ എപ്പോഴും ഉള്ളൊരു കംപ്ലയിൻറ്റ്, സ്പെഷ്യലി ഒറ്റ പിള്ളേരുള്ളൊരു പേരൻസിന് ഏറ്റവും കൂടുതലുള്ളൊരു കംപ്ലയിൻ്റാണ്, ഐ മീൻ ഒരു കൺസേൺ ആണ്, അമ്മ എൻ്റെ കൂടെ ആരും കളിക്കാനില്ല, അമ്മയൊന്ന് വന്ന് കളിക്കുമോ. അപ്പോൾ എപ്പോഴും പേരൻസിൽ ബി ലൈക്ക്, എന്തോരം നേരം ഞാൻ ഇവിടെ ഇരുന്ന് കളിക്കുക ഇവരുടെ ഒപ്പം, മനസ്സിലായോ. ബട്ട് അറ്റ്ലീസ്റ്റ് അറ്റ് 1 hour ഇഫ് യു ക്യാൻ, ഒരു മണിക്കൂറെങ്കിൽ നമുക്ക് ആ പിള്ളേരുടെ കൂടെ ഇരുന്ന് ഇഫ് യു ക്യാൻ പ്ലേ എ ഗെയിം വിത്ത് ദെം, അവർക്കത് മതി, മനസ്സിലായോ. പക്ഷേ ആ ഒരു 1 hour എന്നുള്ളത് നമ്മളൊരു റുട്ടീനിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ യു ക്യാൻ ടെൽ ദം കം ഹെൽപ്പ് മീ ഇൻ ദ കിച്ചൺ. വീട്ടിലെ ആക്ടിവിറ്റീസിലും അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ടീച്ച് ദം ആൻഡ് ദേ ലവ്, ഓക്കെ, ദേ ലവ് ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ എൻ്റെ മോൾക്കൊക്കെ ആണെങ്കിൽ ഷീ ഫൈൻഡ്സ് ഇറ്റ് ഭയങ്കര എക്സൈറ്റഡ് ആവും. ഞാൻ ഈ കറി എടുത്ത് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കാനൊക്കെ പറയുമ്പോൾ, ഡിന്നറിന് മാത്സ് ഒരുക്കി പ്ലേറ്റ്സൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കൊണ്ടുപോവാം. അറ്റ് ദ സെയിം ടൈം, സോ ദർ ആർ 2 things happening here. യു ആർ എൻഗേജിങ് ദം, അറ്റ് ദ സെയിം ടൈം നമ്മൾ അവരെ ഡിസിപ്ലിനും വീട്ടിലത്തെ കാര്യങ്ങളും നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നും നമ്മൾ അവരെ ചെറിയ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, യെസ്. മനസ്സിലായോ. സോ ദീസ് ആർ സർട്ടൻ തിങ്സ് ദറ്റ് യു ക്യാൻ ഡു. പിന്നെ അവരെ പുറത്ത് കൊണ്ടുപോവാം, മേ ബി ഈവൻ ഫോർ എ വാക്ക്, മോർ ദാൻ എനഫ്, ഈവൻ ഫോർ എ വാക്ക്. അതാ ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ ഇഫ് യു ക്യാൻ സ്പെൻഡ്, 1 മണിക്കൂറും വേണ്ട, ഒരു അറ്റ്ലീസ്റ്റ് 45 minutes to half an hour to 45 minutes. ഈ ഫോൺ ഇല്ലാണ്ട് നമുക്ക് പിള്ളേരുടെ കൂടെ ഫുള്ളായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് മോർ ദാൻ എനഫ് ഫോർ ദം, മനസ്സിലായി. ദെൻ ദേ വിൽ സ്ലോലി ഗെറ്റ് ഇൻ ടു ദാറ്റ് റുട്ടീൻ ഓഫ് ബീയിങ് ദർ, സിറ്റിംഗ് ആൻഡ് ഡൂയിങ് ദം തിങ്സ് ബൈ ദംസെൽവ്സ് ആൻഡ് പ്ലേയിങ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ അതിന് നമ്മളൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം ആസ് പാരൻസ്, മനസ്സിലായോ. കുട്ടികളെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ ശീലിപ്പിക്കണം എന്നാണ് ഇപ്പം എല്ലാ തിയറീസും പറയണത്. അത് ഏതൊരു ഏജിൽ സ്റ്റാർട്ട് ചെയ്യണം? ആൻഡ് ഐ പേഴ്സണലി ഫീൽ ദറ്റ് എനിക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അവൻ എൻ്റെ അടുത്ത്, ഇപ്പം എൻ്റെ മോൻ എൻ്റെ അടുത്തല്ലാതെ അപ്പുറത്തെ ഒരു റൂമിൽ കിടക്കുക എന്ന് പറയുന്നത്, അത് ആങ്സൈറ്റി മാത്രമല്ല, അവൻ ഒറ്റയ്ക്ക് ലൈക്ക് ഐ ലൈക്ക് ദറ്റ് യുനോ ആ warmth yeah. of the child. സോ അങ്ങനെയും പാരൻസ് ഉണ്ടാവാം. ഐ എം ലൈക്ക് എ വെരി ഇമോഷണൽ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, അതുകൊണ്ടായിരിക്കാം. ബട്ട് ഐ ഹവ് സീൻ മെനി അതേപോലെയുള്ള. അപ്പോൾ എപ്പോഴാണ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അത് എങ്ങനെയാണത്? I would personally, as being a psychologist, I would say by at least 7 years. But then I'm sure എല്ലാം പേരൻസിൻ്റെ നെറ്റി ചുളിഞ്ഞിട്ടുണ്ടാവും, ബിക്കോസ് they all would have been like, 7 years ഇങ്ങനെയല്ലല്ലോ, മറ്റേ ഏറ്റവും ചെറുപ്പത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റി കിടത്താൻ പറ്റുന്നു അത്രയും നല്ലത് എന്നുള്ളതാണ്. ബട്ട് ഇഫ് യു ചൈൽഡ്, അതായത് നമ്മളുടെ കുട്ടി റെഡി അല്ലെങ്കിൽ then it becomes a stressor for them, മനസ്സിലായി. അല്ലെങ്കിൽ യു ഷുഡ് prep your child. നമ്മൾ പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് ഇത് ചെയ്യണം. സോ ഐ വുഡൻ സേ, ബിക്കോസ് നമ്മൾ ഭയങ്കര ചെറുപ്പത്തിൽ നമ്മൾ പിള്ളേരെ മാറ്റി കിടത്തുമ്പോൾ വാട്ട് ടെൻസ് ടു ഹാപ്പൻ ഇസ് അവർക്കൊരു സ്ട്രെസ്സാണത്. ദർ ഈസ് എ സ്ട്രെസ്, ബിക്കോസ് അവർ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ദേ ഡോണ്ട് ഫീൽ ദ വാംത്ത്. പെട്ടെന്ന് അത് കരയാൻ തുടങ്ങുമ്പോൾ അവർ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും, ബട്ട് ഇറ്റ്സ് എ സ്ട്രെസ്സർ ഫോർ ദ ചൈൽഡ്, മനസ്സിലായോ. പക്ഷെ ഞാൻ പറഞ്ഞു, ആർ കൾച്ചേഴ്സ് ആർ വെരി ഡിഫറെൻറ്റ്. ഞാൻ നമ്മളുടെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ പുറത്തൊക്കെ തിങ്സ് ആർ വെരി ഡിഫറെൻറ്റ്. അവർ ന്യൂ ബോൺ ബേബി എന്ന് പറയുമ്പോൾ തന്നെ ദേ ഹാവ് എ ഡിഫറെൻറ്റ് റൂം ആൻഡ് ഓൾ ദാറ്റ്, സെൻസറും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഫൈൻ. സോ ദാറ്റ് ഈസ് ദ കൾച്ചർ, ദാറ്റ് ഈസ് വാട്ട് ദേ ടെൻ ടു ഫോളോ. പക്ഷെ നമുക്ക് ഈസ് വെരി ഡിഫറെൻറ്റ് ഫോർ അസ്, മനസ്സിലായോ. സോ നമ്മളുടെ ഒരു കൾച്ചർ വെച്ചിട്ട്, ആൻഡ് ആസ് ബീങ് എ സൈക്കോളജിസ്റ്റ് ആൻഡ് ഈവൻ സ്റ്റഡീസ് ഹാവ് പ്രൂവ്ഡ് ബൈ ഒരു 7 വയസ്സാകുമ്പോൾ ഇസ് ദ ആപ്റ്റ് ഏജ് നമ്മൾ മാറ്റി കിടത്തണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ പേരൻസ് എന്നുള്ളൊരു രീതിയിൽ വി ഫീൽ ഇറ്റ്സ് വെരി ഇൻസെക്യൂർ, ബിക്കോസ് പിള്ളേർ നമ്മളിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാണും, നമ്മളപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ നിങ്ങൾ വേറെ റൂമിൽ പോകണം, മനസ്സിലായോ. സോ ഐ ടെൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളുടെ പിള്ളേരെ നമ്മൾ മാറ്റി കിടത്തേണ്ട ആവശ്യമില്ല.
അത് നമ്മൾക്ക് വി ക്യാൻ ഗോ ടു അനദർ റൂം ഓർ വി ക്യാൻ സിറ്റ് ആൻഡ് ടോക്ക് ഓർ മേ ബി ദർ ആർ അതർ റീസൺസ്. ഇപ്പോൾ നോട്ട് ഓൺലി ഫോർ സെക്സ്, ഇപ്പോൾ ദർ ആർ അതർ റീസൺസ് ആസ് വെൽ. ഇപ്പോൾ ചിലപ്പോൾ ഫാദർ മസ്റ്റ് ബി കമ്മിങ് വെരി ലേറ്റ്, അപ്പോൾ ആൾക്ക് ചിലപ്പോൾ ഹസ്ബൻഡ് വോണ്ട്സ് ടു സ്ലീപ്പ് ഇൻ പീസ്. ഇപ്പോൾ ഈ കൊച്ചു ഇവിടെ കിടക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. Or they want their space and freedom and all that. So everybody has their different reasons. അതാ ഞാൻ പറഞ്ഞു. സോ that's a value based question. അതായത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ വീട്ടിൽ ഫോളോ ചെയ്യുന്നത് and what is right for you is very different. But theoretically, if you ask me, it is 7 years.